ഹായ് ഗായ്സ്, 10 ദിവസത്തെ നോലമ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ നോൽമ്പ് മുറിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കനിൽ അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു. കാരണം നമ്മുടെ ഫ്രിഡ്ജിൽ മീനൊക്കെ കാലിയാണ്. അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിന് വേണ്ടിയുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ വിസിലടിക്കാൻ വേണ്ടി കേട്ടിട്ടുണ്ട്. വേറൊരു പാൻ വെച്ചിട്ട് നമ്മൾ മുറിച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് കമൻറ്റ് ചെയ്യണേ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ കറി വറുത്തരച്ചാണ് വെക്കുന്നത് കേട്ടോ. ഒരു പാനിലേക്ക് എല്ലാ മസാലപ്പൊടികളും ഇട്ടിട്ട് വാട്ടിയെടുത്തിട്ട് അതേ പാനിലേക്ക് തരാം നമ്മൾ തേങ്ങയും കൂടെ വറുത്തരയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൽ വറുക്കാൻ വേണ്ടിയിട്ട് അതിൽ വറ്റൽമുളകും പട്ടയും ഗ്രാമ്പും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പില അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടാണല്ലോ വറുക്കുക. അതെല്ലാം കൂടെ ഇട്ട് വറുത്തിട്ട് വേഗം തന്നെ ഉപ്പേരിക്കുള്ള ക്യാരറ്റും കൂടെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്ന് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലയും വെജിറ്റബിൾസും പിന്നെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു അടിപൊളി വറുത്തരച്ച് ചിക്കൻ കറി അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ഇത് ഒരാൾ എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഉപ്പേരി അപ്പുറത്തടുപ്പത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഊണ് കുശാലാണ് കേട്ടോ. ചിക്കൻ കറിയും 2 തരം അച്ചാറും ഉപ്പേരി നല്ല പൈനാപ്പിൾ പച്ചടിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചിട്ടോ. ഈ 2 അച്ചാറും ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, പിന്നെ പൈനാപ്പിൾ പച്ചടി നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ച് ഞാൻ ഇനി അവിടെ പോയി ഇരുന്ന് കഴിക്കട്ടെ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ ബൈ ഗായ്സ്, നിങ്ങൾ എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് പറയാൻ മറക്കണ്ട.